ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ നിർബന്ധിതമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. സുർമ ഡിസൈൻസിനെതിരെയാണ് അവരുടെ നടന്നൊരു സംഭവം, അതായത് റിയൽ അവിടെ നടന്ന, ഞാൻ നിന്നപ്പോൾ അവിടെ നടന്നൊരു സംഭവമാണ് ഞാനത് വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്തിരിക്കുന്നത്. അത് അന്നത്തോടുകൂടി ഞാൻ അത് നിർത്തിയ സംഭവമാണ്. കാര്യം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പോവണ്ട, അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, എന്തിനാ എന്ന് കരുതിയാണ് ഞാൻ അത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പോലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്താ ചെയ്ത്, ആദ്യം തന്നെ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറിയിട്ട് അവരുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കമന്റ് ചെയ്തു. അതായത് അവരെ ഓണർ അറിയണമല്ലോ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അവരുടെ ഷോപ്പിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നലെ വന്നിട്ട് എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്, എനിക്ക് അവിടെ നിന്ന് മാറ്റി തന്നില്ല. പിന്നെ അത് മാത്രമല്ല, സ്റ്റാഫുകളൊന്നും അത്ര നല്ല രീതിയിലല്ല നമ്മളോട്. നമുക്ക് എന്താ, ഒരു ചന്തയിൽ കയറിയാൽ നമുക്ക് കയറിയിട്ട് എല്ലാം വാരിയിട്ടേക്കുന്ന കണക്കാണ് അവിടെ തുണികളൊക്കെ വാരിയിട്ടേക്കുന്ന. ഞാൻ കുറേ ഡ്രസ്സുകൾ എടുത്തു നോക്കി, അതിൽ കുറേ സ്റ്റിച്ച് പോയത്, ഡാമേജ് ഐറ്റംസ് എല്ലാം. അവർ ആദ്യമേ ചെന്നപ്പോഴേ പറഞ്ഞു എനിക്ക് റിട്ടേൺ തരില്ല. ഞാൻ അതെല്ലാം ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന്റെ കമന്റ് ബോക്സ് കാരണമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതമായത്. അല്ലെങ്കിൽ ഞാൻ അതോടുകൂടി ആ വിഷയം അവസാനിപ്പിച്ചായിരുന്നു. എനിക്ക് ഇനി അതിൽ കൂടുതലൊന്നും പറയാനും ഇല്ലായിരുന്നു. അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല. അവിടെ ഞങ്ങൾ റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ റീഫണ്ട് തരില്ല. അവർ പറയുന്നത് ഡിപ്പോസിറ്റ് ചെയ്തേരാ, ഇവിടെ കിടക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധനം വേണമ്പോൾ വന്ന് വാങ്ങിക്കോളൂ നമ്മുടെ പൈസ. അതെ, നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അയക്കാനാണ് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റില്ല, എന്തായാലും ആ പൈസ ഞങ്ങൾ അവിടെ ഇട്ടേക്കത്തില്ല, ഞങ്ങൾക്ക് പൈസ വേണം, റീഫണ്ട് വേണം എന്ന് പറഞ്ഞു. ഞാനൊരു യൂട്യൂബർ ആണ് എന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ റീഫണ്ട് തരാം എന്ന് പറഞ്ഞ് ഞാൻ റീഫണ്ടിന് വേണ്ടി എൻ്റെ ബില്ല് കൊടുത്തിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം അവിടെ നടക്കുന്നത്. ഞങ്ങൾ ആ പൈസ വാങ്ങി അപ്പോഴേ പോയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേനെ, ഞങ്ങൾ അവിടുത്തെ പ്രശ്നം ഒന്നും കാണത്തില്ലായിരുന്നു. അവിടെ പ്രശ്നം നടക്കുന്ന പകുതി വിഷയമായപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അതായത് എനിക്കും അങ്ങനെ അതേ അനുഭവമാണ്. മീൻ ചെല്ലുന്നത് ഞാൻ എത്ര കിലോമീറ്റർ ദൂരെ എന്നറിയോ അവിടെ ചെന്നത്? 30 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഞാൻ അവിടെ ഇവരെ വീഡിയോസും പരസ്യങ്ങളും എല്ലാം കണ്ടിട്ട് അതേ കണക്ക് ഡ്രസ്സ് നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ, അതിനാണല്ലോ അവർ പരസ്യവും ചെയ്യുന്നത്. അത് കണ്ടിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ, ഞങ്ങൾ നോമ്പാണ് അറിയാലോ, നോമ്പായിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. നോക്കി 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 നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാനൊരു 5XL എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കുറയ്ക്കാവോ. അത് കുറയ്ക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ ശരി. എനിക്ക് അപ്പോൾ അവിടെ എടുത്ത് തന്ന് 2XL. ഞാനത് ഇട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ലെങ്കിൽ ഒരു കൈ ടൈറ്റാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി, ഒരു സ്റ്റിച്ച് അല്ലേ, അങ്ങ് അഴിച്ചു വിട്, എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ആ ഒറ്റ സ്റ്റിച്ച് അഴിച്ചാൽ പിന്നെ എനിക്കത് ഇടാൻ പറ്റത്തില്ല, ഒരു സ്റ്റിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിട്ടേൺ ആക്കാൻ കൊണ്ട് ചെന്നപ്പോൾ അവർ ആദ്യമേ പറഞ്ഞ് റിട്ടേൺ അനുവദിക്കില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ, ഏത് ഷോപ്പിലും ഒരു റിട്ടേൺ തരുമല്ലോ, അത് ഞങ്ങൾ ഈദ് വരെ റിട്ടേൺ കൊടുക്കില്ല. ഈദ് വരെ. ഞാൻ പറഞ്ഞു ഈദ് വരെ റിട്ടേൺ, ഈദിനല്ലേ എനിക്കിത് ആവശ്യം, ഈദ് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ മിണ്ടിയില്ല. എന്ന് പറഞ്ഞ് എൻ്റെ അത് ഞാൻ അവിടെ കൊണ്ടുചെന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് അവരത് തിരിച്ചെടുത്തിട്ട് പോലും ഇല്ല. അവിടെ വെച്ച് ഞാൻ അടുത്ത് നോക്കിയപ്പോ ആദ്യമേ വന്ന് നിന്നപ്പോഴേ ആ സ്റ്റാഫ് പറഞ്ഞു ചേച്ചിയുടെ പരുവത്തിനുള്ള ഒന്നും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു അതെന്തില്ലാത്തത്, അത് ഇവിടെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഇവിടെ ചുരിദാർ ഐറ്റംസിൽ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ 1-2 കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതെടുത്ത എല്ലാം 3XL ആണ്. അതിനകത്ത് ചില മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കിയപ്പം കുറെ ഭാഗത്ത് അതിന്റെ സ്റ്റിച്ചൊക്കെ പോയി കിടക്കുവാണ്. ഇത്രയും വില കൊടുത്ത് 2000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങുന്ന സാധനം ഞാൻ എന്തിനീ സ്റ്റിച്ച് പോയതും ഡാമേജ് ആയിട്ടുള്ള ഐറ്റംസും വാങ്ങണം? എനിക്കെന്ത് പുറത്തുനിന്ന് കിട്ടത്തില്ലേ? അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, നമുക്കിത് റീഫണ്ട് ചെയ്യാം, നീ പോയി പറ നമുക്ക് ഇവിടുന്ന് സാധനം വേണ്ട, നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങാം, റീഫണ്ട് ചെയ്യാം. അങ്ങനെ ചെന്നപ്പോൾ പറഞ്ഞു റീഫണ്ട് തരില്ല എന്ന് പറഞ്ഞു. റീഫണ്ട് എന്തുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തേരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനം വരുമ്പോൾ വന്ന് വാങ്ങിയാൽ മതി. ഞാൻ എത്ര ദൂരത്തുനിന്നാ 2 ദിവസം ചെന്നത്, എനിക്ക് 1000 രൂപ നഷ്ടമാണ്. 2 ദിവസം പെട്രോൾ അടിച്ച് വണ്ടിയിൽ അവിടെ പോയതിന്. അതൊക്കെ പോട്ടെ, ഞാൻ എന്നെ പോലെ എത്രയോ പേരാ ദൂരത്തുനിന്ന് വന്ന, അതെന്റെ കമന്റ് ബോക്സിലും ഉണ്ട്. ആ കമന്റ് ബോക്സുകൾ നിങ്ങൾ എടുത്ത് വായിച്ചറിയാം. പിന്നെ കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ അനുഭവം അതായിരിക്കും, പക്ഷെ എൻ്റെ അനുഭവം ഞാനിവിടെ പങ്കുവെച്ചു. ഇത് എൻ്റെ അനുഭവമല്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കാണുന്ന ഈ 3 കസ്റ്റമേഴ്സ് ആണ് അവിടെ ബഹളം വെക്കുന്നത്.
ഇനിയിപ്പോൾ അവരെ മുഖം കാണിച്ചു എന്ന് പറയാൻ അവർ കണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരാരും അതിന് വേണ്ട എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഒരാൾ എനിക്ക് കമന്റ് ചെയ്തിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പരാതി പറയാൻ നീ സെൽഫി എടുത്ത് പറയണം. ആ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വന്ന ആൾക്കാരുടെ ഫേസ് പോലും ബ്ലർ ആക്കാതെ അവരുടെ അനുവാദം ചോദിക്കാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നിനക്ക് ആരാ അധികാരം തന്നത്? അപ്പോഴവർ പറഞ്ഞില്ല വീഡിയോ എടുക്കരുതെന്ന്. ആ പ്രതികരിക്കുന്ന ആരും പറഞ്ഞില്ല വീഡിയോ എടുക്കരുതെന്ന്. എങ്കിൽ ഞങ്ങൾ എടുക്കില്ലായിരുന്നു. ആ വീഡിയോ എടുക്കരുത്, നിങ്ങളത് പോസ്റ്റ് ചെയ്യരുത് എന്നൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് വന്നേക്കുന്ന എല്ലാ കമന്റ്സിനും ഞാൻ ഓരോ മറുപടി പറയാം കേട്ടോ. ഒരാൾ എഴുതിയേക്കുക, എത്ര വട്ടം ഓർഡർ ചെയ്തു, എടുത്ത് നോക്കുന്ന പോലും ഇല്ല. അതെ, ആ വാട്സപ്പിൽ നിങ്ങളും വിളിച്ചു നോക്ക് സംശയമുണ്ടെങ്കിൽ. ഇനി ചിലപ്പോൾ അവരെടുത്തെന്നിരിക്കും. ഇതുവരെ എനിക്ക് കമന്റ് ബോക്സും പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിലെ താഴെയും വന്ന് കമന്റ് എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര ഓർഡർ ചെയ്താലും അവർ വാട്സപ്പ് നോക്കുന്ന പോലും ഇല്ല. പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടോ കേട്ടോ നല്ല സർവീസാണ്. ചിലപ്പോൾ അവർക്ക് നല്ല സർവീസ് ആയിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അവിടെ പോയിരുന്ന് എന്നും നോക്കുന്നില്ല എല്ലാവരോടും എങ്ങനെയാണ് സർവീസ് എന്ന്. എനിക്ക് ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവര് പറഞ്ഞത് സത്യമാണ്. ഒരു കമന്റ് ആണേ, സത്യമാണ്. ഞാനും പോയിരുന്നു, കസ്റ്റമർ സർവീസ് കൊള്ളില്ല. ഇൻസ്റ്റയിൽ കണ്ടു ചെന്നതാണ്. 5XL ചോദിച്ചപ്പോൾ അവിടെ ആ അളവ് ചുരിദാറില്ല. അപ്പോൾ ടോപ്പ് ചോദിച്ചു, പഴയ സ്റ്റോക്ക് എടുത്തിട്ട് ഇത് 2 എണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനാണെങ്കിൽ 2600 രൂപയും ചോദിച്ചു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിറങ്ങി പോയി. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടപ്പോൾ സുർമ MD ഡിലീറ്റ് ചെയ്തു. വെരി ബാഡ് ബിഹേവിയർ. അതെ, ഞാനും അവരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോയി മെസ്സേജ് ഇട്ടു, കമന്റ്. അതായത് എനിക്ക് ഇന്നലെ നിങ്ങളെ ഷോപ്പിൽ വന്നപ്പോൾ വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് ആ കുറച്ച് സമയത്തിന് ശേഷം അവർ മെസ്സേജ് വായിക്കാതൊന്നും ഇരിക്കുന്നില്ല, എന്നെ അവർ ബ്ലോക്ക് ചെയ്തു. പിന്നെ എനിക്ക് അവരെ പേജിൽ കയറാനേ പറ്റുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ അവരെ കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിയാൽ അവർക്കെതിരെയുള്ള ഒരു മെസ്സേജും കാണില്ല. കാര്യം അവരപ്പോഴേ അവരെ ബ്ലോക്ക് ചെയ്യുകയാണ്, ഡിലീറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ കാണുന്ന നല്ല അഭിപ്രായങ്ങളും അവർ പെയ്ഡ് ചെയ്ത് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള കമന്റ്സുകൾ മാത്രമേ അവിടെ കാണൂ. അവർക്കെതിരെ വരുന്ന ഒരു കമന്റും അവിടെ കാണില്ല. ഇപ്പോഴും എനിക്ക് അവരെ പേജിൽ കയറാനോ ഒരു കമന്റ് ഇടാനോ പറ്റില്ല. ഈ 2 പേജിലും ഞാൻ കയറിയിട്ട് എനിക്ക് ഇന്നലെ വന്ന മോശം അനുഭവം ഉണ്ടായി എന്ന് ആ MD അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ കമന്റ് ഇട്ടു. ഈ സെയിം വീഡിയോ ഞാൻ അവരുടെ ഓർഡർ എടുക്കുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിനകത്തോട്ട് സെൻഡ് ചെയ്തു. നോ റിപ്ലൈ. അല്ലെങ്കിൽ മാഡം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഈ കസ്റ്റമേഴ്സ് ആണല്ലോ ഏതൊരു സ്ഥാപനത്തിന്റെയും നെടുന്തൂണ്. അല്ലാതെ അവർ കുറെ ക്യാഷ് ഉണ്ടാക്കി അവർ കുറെ സാധനങ്ങളും എടുത്തിട്ടിട്ട് അവരവിടെ വെച്ചോണ്ടിരുന്ന ഒരിക്കലും വളരില്ല. കസ്റ്റമേഴ്സ് ഉണ്ടായെങ്കിൽ മാത്രമേ വളരൂ. കസ്റ്റമേഴ്സിനെ എങ്ങനെ നിർത്തുന്നു എന്നുള്ളത് അത് ഏതൊരു ബിസിനസ്സുകാരോടും ചോദിച്ചാൽ അറിയാം കേട്ടോ. ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അവർക്ക് നല്ല ഡ്രസ്സാണ്, എല്ലാം കൊള്ളാം. നിങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണെന്ന് തോന്നുന്നല്ലോ. അവിടെ ഇല്ലെങ്കിൽ വേറെ പോയി എടുക്കാനും വീഡിയോസ് ഇടാനും പോയതാണോ? അല്ല, അതാണ് ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയല്ല. ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് റീഫണ്ട് ചെയ്യണം, റീഫണ്ട് തന്നു. അതിന് ശേഷം റീഫണ്ടിന് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നം അവിടെ നടക്കുന്നത്. ചിലപ്പോൾ അവർ അപ്പോഴേ എൻ്റെ പൈസ തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ ഇറങ്ങിപ്പോയേനെ. ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണത്തുമില്ല, ഞാൻ വീഡിയോ എടുക്കത്തുമില്ല. പിന്നെ എനിക്ക് വേറെ ഷോപ്പുകളിൽ കിട്ടും. കാര്യം ഇവർ ഇത്രയും പരസ്യം കണ്ടിട്ട്, നിങ്ങളും ഈ പറയുന്നവരും എല്ലാം ഈ പരസ്യം കണ്ട് ഇവിടെ പോയാൽ കിട്ടും, അല്ലെങ്കിൽ അവരെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ട് ഞാൻ. മിക്കവാറും അവരെ സൈറ്റിൽ കയറി പിന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി. എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അവർ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാലേ അവരെടുക്കത്തില്ല. അപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പൊ ഈ ഇതിന് അവിടെ പോയൊരു ഡ്രസ്സ് എടുക്കാം എന്ന് കരുതി ഞാൻ പോയതാണ്. ഇതൊന്നും ഞാൻ ഇതിൽ പ്രതികരിക്കേണ്ട ആവശ്യവും എനിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ കമന്റ് ബോക്സിനകത്ത് തെറിവിളി കാരണമാണ് ഞാൻ എല്ലാത്തിനും മറുപടി അങ്ങനെ തന്നെ കൊടുക്കുന്നത്. ശരിയല്ലല്ലോ. എനിക്ക് അതുകൊണ്ട് മാത്രമായി ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്തത്. നല്ല പോലെ ആ വീഡിയോ റീച്ച് ആവുന്നുമുണ്ട്. ഒരുപാട് പേര്, എനിക്കും അനുഭവമുണ്ട്. എനിക്ക് അസൂയാണ് പോലോ. ഞാൻ അവരുടെ ബിസിനസ് ചെയ്യുന്നില്ല. എനിക്ക് അവര് എൻ്റെ റിലേറ്റീവ് അല്ല. എനിക്ക് അവരുമായിട്ട് യാതൊരു ശത്രുതയില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരോട് അസൂയ കാണിക്കുന്നത്? അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ പറയൂ. ഒരാൾ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഇഷ്ടമില്ലാത്ത കുറെ എണ്ണങ്ങൾ കഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ അവരുടെ ആരുമല്ല. എനിക്ക് അവരുമായിട്ട് യാതൊരു വിരോധമോ സ്നേഹമോ ഒന്നുമില്ല. അവർ എവിടെയോ ഉള്ള, ഞാൻ ഇതുവരെ അവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഞാൻ ഈ ഷോപ്പിൽ ചെന്നപ്പോൾ എനിക്കുണ്ട അനുഭവം, എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ പരസ്യങ്ങൾ കാണിച്ച്, അല്ലെങ്കിൽ അവര് ഈദാണ് ശരി, കുറെ പേര് പറയുന്നത് ഈദിന്റെ തിരക്കായിരിക്കാന്ന്. ഈദിന്റെ തിരക്കാകുമ്പം ആ ഒരു സീസൺ ടൈമാണ്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ആ സീസണിൽ അതിന് വേണ്ടുന്ന എല്ലാം ചെയ്യണം. കാര്യം അവിടെ ഒരു കസ്റ്റമർ വന്നിട്ട് തിരിച്ചു പോവരുത്, അവർക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ചു പോവരുത്, അല്ലെങ്കിൽ ആ കസ്റ്റമറിന് കിട്ടാത്ത സാധനങ്ങൾ ഇല്ലാതെ പോവരുത് എന്ന് മാത്രമാണ് ആ ബിസിനസ് ചെയ്യുന്ന ആൾ ചിന്തിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവർക്ക് നാളെ നിലനിന്ന് പോകൂ. ഇപ്പൊ ഞാൻ ചെന്നിട്ട് ഇപ്പം കിട്ടില്ല, ഇനി ഞാൻ പോവില്ല അവിടെ. കാര്യം എനിക്ക് കിട്ടാത്ത സാധനം ഇനി ഞാൻ ചെന്നിട്ട് എനിക്ക് ഈ അനുഭവം തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടാവുന്നവർ പോവൂ. പിന്നെ അപ്പോഴവരെ കസ്റ്റമേഴ്സ് ആണ് കുറയുന്നത്. അത് അവരെ തന്നെയാണ് ബാധിക്കുന്നത്, എന്നെയല്ല. വീഡിയോ ചെയ്തിട്ടപ്പോൾ നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടിക്കാണോ? ഇല്ലേ, എന്തായാലും വളരാനുള്ള വളരും. പിന്നെ നിന്നെ പോലെ ബാക്കിയുള്ളവരെ വെച്ച് ഇങ്ങനെ വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കി പള്ള വീർപ്പിക്കുന്നവന്മാർക്ക് അതിനുള്ളതും കിട്ടും. മാറി തന്നിട്ടും വീഡിയോ എടുക്കാനുള്ള മനസ്സ് സത്യത്തിൽ നിനക്കൊന്നും അവർ മാറിപ്പോലും തരേണ്ടിയില്ലായിരുന്നു. ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊരു മനസ്സുഖവും കിട്ടിയിട്ടല്ല, പക്ഷെ എനിക്കുണ്ട അനുഭവം. നിങ്ങൾക്ക് ഒരു അനുഭവം, ബാഡ് അനുഭവം ഉണ്ടാവും, നിങ്ങൾ ആരോടും പറയത്തില്ലേ? എനിക്കിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ പറ്റിയത് കൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ചീത്ത അനുഭവം എവിടുന്നെങ്കിലും ഉണ്ടായി, നിങ്ങളെ വീട്ടിലുള്ള ആരോടെങ്കിലും നിങ്ങൾ പറയില്ലേ? അത് നിങ്ങൾ ഷെയർ ചെയ്യില്ലേ? അത് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്തു, അത്ര മാത്രമേ ഞാൻ ചെയ്തോളൂ. ഞാനും പെരുന്നാളിന് സുറുമയിൽ പോയിരുന്നു. 1679 രൂപയ്ക്ക് സൂപ്പർ 2 ജോഡി ചുരിദാർ കിട്ടി. 1679 രൂപയ്ക്ക് 2 ജോഡി കിട്ടിയെന്ന് പറയുന്നത് അതെന്തായാലും ഉള്ളതായിരിക്കില്ല. അതായത് 800 രൂപയ്ക്ക് ഒരു ചുരിദാർ അതിപ്പോ ഒരു ഷോപ്പിലും കിട്ടത്തില്ല. അതിന് ലൈക്കും ഉണ്ട് കേട്ടോ. അതിനി എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ പോയപ്പോ 2000 രൂപയെ താഴ്ന്നിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. ഒരാൾ പറയുന്ന ഫോൺ വിളിച്ചാൽ എപ്പോഴും എടുക്കുന്നു, ഒന്ന് വിളിച്ചു നോക്കൂ. പക്ഷെ ബാക്കി കമന്റ്സ് മൊത്തം ആ ഫോൺ നമ്പർ ആരും എടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞാണ്. ഇവര് വെറും തള്ള, വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തു, അവര് പോസ്റ്റ് വഴി സെൻഡ് ചെയ്തു, കിട്ടിയില്ല. പിന്നെ DTDC വഴി അയൽക്കാൻ വീണ്ടും ക്യാഷ് വാങ്ങി. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ സ്റ്റാഫ് ഭയങ്കര തെറി എന്നെയൊക്കെ ചെയ്തു. അവരുടെ സൈറ്റിൽ നിന്ന് ഇനി എടുക്കില്ല. ഇത് ഒരാളുടെ കമന്റ് ആണേ. ഇവരുടെ വീഡിയോ കണ്ട് പിക്ക് ഇട്ടു, 2 വട്ടം ചോദിച്ചു കിട്ടുമോ എന്ന്. ബട്ട് ഇവർ നമ്മൾ ചോദിച്ചാൽ നോക്കുക പോലും ഇല്ല. സത്യം. അപ്പൊ കുറച്ചു പേര് അവര് എന്താണ് 2 തരം ആൾക്കാരായിട്ടാണ് കാണുന്നത്. കുറച്ചു പേര് പറയുന്ന അവരെ ആ ഫോൺ വിളിച്ചാൽ എടുക്കും, വാട്സപ്പിൽ അവര് മെസ്സേജ് ഇട്ടാ എടുക്കും, അവർക്ക് എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കുറെ പേര് പറയുന്നു ഞങ്ങൾ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സൈറ്റിൽ നിന്ന് സാധനം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ 2ആയിട്ടാണോ കാണുന്നത്? അതിനൊന്ന് മറുപടി പറയണേ. അയത്തിൽ പോയിട്ട് ഒന്നുമില്ല, സ്റ്റാഫിന് കാണിക്കാനും വയ്യ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു കമന്റ് ആണേ. അയത്തിൽ പോയാൽ ഒന്നും കിട്ടുന്നുമില്ല, സ്റ്റാഫുകൾ കാണിക്കത്തുമില്ല. അത് ശരിയാ, അതിന്റെ മറുപടിയാ. അത് ശരിയാ, ഭയങ്കര പാടാണ്, വെറുതെ തരുന്നതോ എന്നാണ് അവരുടെ വിചാരം. അതെ, നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി വാങ്ങുമ്പോൾ അവർ പറയുന്നത് വെറുതെ തരുന്നോ എന്ന് ഉള്ള ഉദ്ദേശത്തിലാണ് അവര് ആ ഷോപ്പ് നടത്തുന്നത് തന്നെ. ശരിയാണ്, എൻ്റെ അനുഭവം ഇതാണ് അവിടെ ചെന്നപ്പോൾ. വേറൊരു കമന്റ് ഉണ്ടേ. ശരിയാണ്, എപ്പം ഫോൺ എടുത്തെങ്കിൽ സൈറ്റിൽ കയറിയാലും ബുക്ക് ചെയ്യുന്നത് എപ്പം 1 മന്തായി, അതിന്റെ ഡെലിവറി സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി വിളിക്കുന്നത്, കോൾ എടുക്കത്തില്ല. അവര് ബുക്ക് ചെയ്തിട്ട് 1 മാസമായി, അവരെ കോൾ എടുക്കുന്നില്ല, ഡെലിവറി സ്റ്റാറ്റസ് അറി. ഇതിന്റെ ഇടയിൽ ഒരാൾ പറഞ്ഞിട്ട് ഈദായത് കൊണ്ട് തിരക്ക് കാരണമായിരിക്കാം, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല ഫ്രണ്ട്സും നല്ല ക്വാളിറ്റിയാണ്, സൂപ്പറാണ്. പക്ഷെ ക്വാളിറ്റിയിലൊന്നും എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നമ്മളൊക്കെ പണ്ട് ഉപയോഗിക്കുന്ന സാരികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ മോഡല് സാരി തന്നെയാണ്. അതൊക്കെ ഒന്ന് തൊടുമ്പോൾ തന്നെ നമ്മൾ പോയൊന്ന് ഇട്ട് നോക്കിയാൽ തന്നെ അറിയാം, അത് പലതും പിഞ്ചിയിരിക്കുന്നതും അതൊക്കെയാണ്. ഞാൻ അവിടെ വരുന്ന ഒരു കസ്റ്റമർ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അത് ഡാമേജ് കാരണം ഞാൻ അടുത്തുനിന്ന് കസ്റ്റമറെ കാണിച്ചും കൊടുത്ത് അവിടുത്തെ സ്റ്റാഫിനെയും കാണിച്ചത് ഇത് ഡാമേജ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡാമേജ് എന്ന് പറഞ്ഞ് മാറ്റിയൊന്നുമില്ല, അവരടുത്ത കസ്റ്റമർക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അത് കൊണ്ടുപോയിട്ട് ഇതിന്റെ ഇടയിലുണ്ട്, അയ്യോ ഞാൻ വാങ്ങിയത് മാറ്റി തരില്ലേ.
എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സുകളുണ്ട്. എല്ലാത്തിനും എനിക്ക് മറുപടി തരാൻ വയ്യ. ഞാൻ കുറച്ച് തരാം. നിങ്ങൾ ഇനി കമന്റുകൾ ഇട്ടോളൂ, ഞാൻ മറുപടി തരാം. ഞാൻ എവിടെയും പേടിച്ചൊന്നും പോയിട്ടില്ല. കാര്യം ഇതെന്റെ അനുഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് അവരുമായിട്ട് പേഴ്സണലി ഒരു വിഷയവും ഇല്ല. ഞാൻ അവരുടെ ആരുമല്ല. എനിക്ക് അവിടെ പോയപ്പോൾ ഞാൻ ഇത്രയും പരസ്യം, ഹൈപ്പ് പരസ്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരെണ്ണം കാണണം. നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ, അതായത് എന്താ, പഴയ മോഡൽ ഡ്രസ്സുകളാണ് നമ്മളത് വാങ്ങുന്ന, ഇത്രയും ദൂരെ പോകുന്നവര് അത് വാങ്ങിക്കൊണ്ട് വരേണ്ട അവസ്ഥയാണ്. അവിടം വരെ പോയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം എടുത്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ആലിയ കട്ടൊക്കെ എത്ര വർഷം മുമ്പുള്ളത്. അതാണ് എനിക്ക് കിട്ടിയ ഡ്രസ്സ്. ഞാൻ അവരുടെ വീഡിയോസുകൾ പലതും കണ്ട് നമുക്കൊരു ഇഷ്ടം തോന്നി. ആ ഡ്രസ്സ് എനിക്ക് കൊള്ളാം, ആ വില അഫോർഡബിൾ ആണ് എന്നൊക്കെ തോന്നിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അല്ലാതെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ട്, നമുക്ക് അവിടെ പോയി ഇഷ്ടമുള്ളത് എടുക്കാന്ന് കണ്ടിട്ടില്ല. ഇന്ന സാധനം അവിടെ ഉണ്ട്, അത് കൊള്ളാം, അത് എനിക്ക് വാങ്ങണം എന്നുള്ളൊരു ഇഷ്ടത്തോടു കൂടിയാണ് എന്നെ പോലെ പലരും അവിടെ ചെല്ലുന്നത്. അപ്പോഴും അവിടെ ചെല്ലുമ്പം അതില്ല, ഈദായണ്ട് തിരക്കാണെന്ന് പറഞ്ഞാലേ, നമ്മളൊരു ഈദ് അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലല്ലേ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങുന്നത്. എനിക്ക് അത് തുടർന്നുകൊണ്ട് പോകാൻ ഒരു താല്പര്യമില്ല. ഇത് ഇത്രയും വന്ന എന്റെ കമന്റ് ബോക്സ് എനിക്ക് നോക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പ്രതികരിച്ചത്. ഇത് എന്റെ അപ്പോഴാ പ്രതികരണം എല്ലാം കഴിഞ്ഞതാണ്. ഇനി ഞാൻ ഇതിനെ മുന്നോട്ട് പോകുന്നുമില്ല. എനിക്കുണ്ടായ അനുഭവം അത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അത് പല വഴി കൂടെ ആയിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്ത് പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു, കാണാം.